ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ഫ്രഞ്ചുകാരാണ് ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യന്മാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഏതാണ്? ഉത്തരം ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും അവസാനം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഏതാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഉത്തരം അൽബുക്കർക്ക്. അൽബുക്കർക്ക് ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ജെയിംസ് കോറിയ. പറങ്കികൾ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യക്കാരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ ആണ് പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്ന രാജ്യക്കാർ ഏതാണ്? ഉത്തരം ഫ്രഞ്ചുകാർ ആണ് പരന്ത്രീസുകാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ലന്തക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം ഡച്ചുകാർ ആണ് ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാപതി. ഉത്തരം വാസ്കോഡ ഗാമ. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല നിർമ്മിച്ചത് ആരാണ്? ഏത് രാജ്യക്കാരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ ആണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല നിർമ്മിച്ചത്. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഡച്ചുകാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത്. ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതാണ്? ഉത്തരം ഇന്തോനേഷ്യ. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1616. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ്? ഉത്തരം 1664. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യമായി വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം സൂററ്റിൽ. 1668 ഫ്രഞ്ചുകാർ സൂററ്റിൽ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതാണ്? എവിടെയാണ്? ഉത്തരം പോണ്ടിച്ചേരിയിലാണ് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പോണ്ടിച്ചേരിയുടെ പിതാവ്. ഉത്തരം ഫ്രാങ്കോയി മാർട്ടിൻ. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മാഹി. മാഹിയിലാണ് ഫ്രഞ്ചുകാരുടെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, കേരളത്തിലെ വ്യാപാര കേന്ദ്രം. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ഏതാണ്? ഫ്രഞ്ചുകാർ ഏത് വർഷത്തിലാണ് ഇന്ത്യ വിട്ടുപോയത്? ഉത്തരം 1954. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്? ഉത്തരം 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് എന്തായിരുന്നു? ഉത്തരം ജോൺ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ജഹാംഗീർ. ബംഗാളിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ഗവർണർ ആരായിരുന്നു? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് ആരംഭിച്ചത് ആരാണ്? ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് ആരംഭിച്ചത് ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് ആരംഭിച്ചത്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം വെല്ലസ്ലി പ്രഭുവാണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ. മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം വെല്ലസ്ലി പ്രഭുവാണ് മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഗവർണർ ജനറൽ. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം വെല്ലസ്ലി പ്രഭു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക കലാപം ഏതായിരുന്നു? ഉത്തരം വെല്ലൂർ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. വെല്ലൂർ കലാപം നടന്ന സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ജോർജ് ബോർലോ ആണ് വെല്ലൂർ കലാപം നടന്ന സമയത്തെ ഗവർണർ ജനറൽ. മദ്രാസിൽ റയത്വാരി സമ്പ്രദായം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരായിരുന്നു? മദ്രാസിൽ റയത്വാരി സമ്പ്രദായം കൊണ്ടുവന്ന ഗവർണർ. ഉത്തരം തോമസ് മൺട്രോ ആണ് മദ്രാസിൽ റയത്വാരി സമ്പ്രദായം കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം വില്യം ബെന്റിക് ആണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്നഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം വില്യം ബെന്റിക് ആണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്നഭിപ്രായപ്പെട്ടത്. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം വില്യം ബെന്റിക് ആണ് സതി നിരോധിച്ചത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം മെക്കാളെ പ്രഭു. ഇന്ത്യയിലെ
ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മെക്കാളെ പ്രഭു. ഇന്ത്യയിൽ അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം എല്ലൻബറോ പ്രഭു. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ആരായിരുന്നു? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലൂയി മൗണ്ട് ബാറ്റൻ.